പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ കാരുണ്യം അവസാനിക്കുന്നില്ല. വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുലിഖിതം, ബുക്ക് ഓഫ് ലമന്റേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 22. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില ആളുകളെങ്കിലും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്: ഞാൻ ഒരുപാട് കർത്താവിനെ വേദനിപ്പിച്ചു, ഞാൻ ഒരുപാട് പാപം ചെയ്ത്, ഇനി എനിക്ക് രക്ഷയുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത പാപം എണ്ണി നോക്കിയാൽ കണക്കില്ല, ഞാൻ എന്തു ചെയ്യും? പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ അരികിലേക്ക് തിരിയുക. അവിടുത്തെ കാരുണ്യം അസ്തമിച്ച് എത്ര പാപം ഉണ്ടാവും, കർത്താവിന് മുമ്പിൽ അത് വലിയൊരു കാര്യമല്ല. നീ കർത്താവിലേക്ക്, കർത്താവിൻ്റെ കാരുണ്യത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാം. തൃശ്ശൂർ ജില്ല മറ്റടവകയെന്ന് വരുന്നു. മറ്റം ഇടവക. ഓക്കെ. ഫ്രാൻസിസ് എന്നാണ് പേര്. ഫ്രാൻസിസ്കോസ് പറ. ഒരു 35 വർഷത്തോളം നന്നായി പുകവലിച്ചിരുന്നു. 35 വർഷത്തോളം പുകവലി 35 വർഷത്തോളം പുകവലി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വട്ടായിലിച്ചൻ്റെ ധ്യാനം TV-യിൽ കാണണ്ടായി. TV-യിൽ ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി കാണുമായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാനൊരു ചെറുതായിട്ട് വീണിട്ട് പരിക്ക് പറ്റി ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ TV-യിൽ കാണുമ്പോൾ ഭാര്യയും മക്കളും പറയും, അപ്പച്ചത് വന്ന് കണ്ടോക്കി, ഞാൻ കിടക്കണ്. അപ്പോൾ എനിക്ക് വരാൻ സാധിക്കണില്ല അറിയും. അങ്ങനെ വന്നിട്ട് നിലത്ത് കിടക്കും. ടിവിയുടെ മുമ്പിൽ വന്ന് നിലത്ത് കിടന്നിട്ട് കാണാം. കാരണം കട്ടിലെ കടന്ന് രോഗിയായിട്ട് കിടക്കായിരുന്നു. അവിടെ ഇരുന്നാൽ TV-യിലത്തെ ശരിക്കും കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവരെടുത്ത് നിലത്ത് കൊണ്ട് കിടത്തും അല്ലേ? അങ്ങനെ അച്ഛൻ അവിടെ ഒരു 40 വർഷത്തോളം പുകവലിച്ചിട്ടുള്ളൊരു കാരണവര് പുകവലി നിർത്തിയതിനെ പറ്റിയിട്ട് ഇവിടെ പറയണ്ടായി. അപ്പോൾ എനിക്ക് നിർത്താൻ പറ്റില്ല എന്ന് ഞാനും വിചാരിച്ചു. ഞാൻ ഗൾഫിൽ വെച്ചിട്ട് ഒരു 6 മാസത്തോളം പുകവലി ഇല്ലാണ്ട് നിന്നു. അങ്ങനെ വീണ്ടും തുടങ്ങിയിട്ട് പിന്നെ നിർത്താൻ പറ്റും. പിന്നെ കൂടി 4 പാക്കറ്റ് സിഗരറ്റ്, ഒരു സിഗരറ്റ് പാക്കറ്റ് 20 സിഗരറ്റാണ്. അതൊരു 4 പാക്കറ്റ് 80 എണ്ണത്തോളം ഞാൻ വലിച്ചിരുന്ന ദിവസം. 80. പക്ഷേ കൂടി ഒരു ദിവസം 84 പാക്കറ്റ്. ദൈവമേ, ആണോ? അപ്പോൾ ഒരു പാക്കറ്റ് 20 എണ്ണം 10 എണ്ണോ 20 എണ്ണം ഉണ്ടല്ലേ? 80 എണ്ണം. പിന്നെ നാട്ടിൽ വന്നപ്പോൾ അവിടുത്തെ മാതിരി സിഗരറ്റ് പോയി റോത്തുമണ്ണൊക്കെ വലിക്കാതെ വെച്ചപ്പോഴേ പറമ്പ് നിലക്ക് വിൽക്കേണ്ടി വരും. വലിക്കാൻ പറ്റില്ല, കാരണം അത്രയും പൈസ വരില്ലേ. അപ്പോൾ സിസർമ പിടിച്ചു.
സിസർമ പിടിച്ചിട്ട് അതും എനിക്ക് ബാധ്യതയാണ്. കാരണം ഗൾഫിൽ പോയിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. കുറേ കടങ്ങൾ പറ്റിയുള്ളൂ. ബിസിനസ്സിൽ വലിയൊരു ബാധ്യത വന്നു. 5.5 വർഷം കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത്. 50 ലക്ഷത്തിൻ്റെ മേലെ ഞാൻ കടം പറ്റിയിട്ടുണ്ട്. 50 ലക്ഷത്തോളം കടമാക്കി വലിച്ച് മാത്രമല്ല പല വിധത്തിൽ. ഓക്കെ അതായെന്നറിയോ, മദ്യപാനം, കഞ്ചാവ്, സിസറ്, ഇങ്ങനെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് ശരീരത്തെ നമ്മൾ അശുദ്ധമാക്കിയാൽ സാമ്പത്തികമായി തകരും. ഇതാണ് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു ഇനി സിഗരറ്റ് വലിക്കില്ല. ഇപ്പോഴും ഇടയ്ക്ക് തോന്നുന്നു വലിച്ചാലോ, പക്ഷേ വലിച്ചവന്ന് വലിയ നിർത്തില്ല എന്ന് എനിക്കറിയാം. അപ്പം അന്ന് ഞാൻ തീരുമാനിച്ചു. അന്ന് ആ ടി വിയുടെ മുമ്പിൽ അവർ കൊണ്ട് കടത്തി. അവിടെ കടന്ന് അപ്പോൾ ഒരാൾ 40 വർഷമായിട്ട് വലിക്കുന്ന ഒരാൾ നിർത്തിയതായിട്ട് കേട്ടു. അപ്പം വിചാരിച്ചു, ദൈവമേ എനിക്കും ഒന്ന് നിർത്തണം. അപ്പം കിട്ടി കൃപ. പിന്നെ വലിച്ചിട്ടില്ല. അപ്പം ഇല്ല വലിച്ചിട്ടില്ല. പിന്നെ വേറെ അനുഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ നാശിക്കാണിട്ടില്ല. എൻ്റെ എന്തോ സമയദോഷം കൊണ്ട് ഇങ്ങനെ വന്നു പോകണു എന്നേ കണക്കാക്കിയിട്ടുള്ളൂ. അതല്ല, ശരിക്കും എൻ്റെ വിഷയം ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. വിഷയം പറയട്ടെ. പ്രഭാഷകൻ്റെ പുസ്തകം 6-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണിത്. ഇത് നിങ്ങളൊരു ആഗ്രഹത്തോടെ പുകവലിയോ മദ്യപാനോ ചെയ്താലുള്ള കുഴപ്പമാണ് ഈ പറയണത്. പ്രഭാഷകൻ 6-ാം അധ്യായം 2 മുതൽ 4 വരെ വാക്യങ്ങൾ വായിച്ചു നോക്കിക്കേ. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അഭിലാഷം എന്ന് പറഞ്ഞാൽ സിസർ വലിക്കണമെന്നുള്ള അഭിലാഷം, കഞ്ചാവ് അടിക്കണം എന്നുള്ള അഭിലാഷം, പിന്നെ മറ്റേ മദ്യം കുടിക്കണമെന്നുള്ള അഭിലാഷം, അല്ലെങ്കിൽ ചീത്ത ഈ സൈറ്റുകളൊക്കെ കാണണം എന്നുള്ള അഭിലാഷം. എൻ്റെ മകനേ, അഭിലാഷങ്ങൾക്ക് നീ അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും. അവ നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ഉണക്കമരം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും ഒരു ഇതില്ല, തളിർക്കണ്ടേ. ബിസിനസ് നടത്തിയാലും കച്ചവടം നേരം എല്ലാം ഉണക്കമരത്തിൻ്റെ അടുത്ത സ്റ്റേജ് എന്താ? ചെതുക്കിച്ച് പോവുക. അതേമാതിരി നഷ്ടവും കടവും രോഗവും വന്നെല്ലാം പോകും. അതാണ് നമ്മൾ അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടാലുള്ള കുഴപ്പം. തോന്നിയതുപോലെ ജീവിക്കരുത്. അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കരുത്. ദൈവവചനം പറഞ്ഞിരിക്കുകയാണ്, അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചാൽ എന്ത് ബിസിനസ് ചെയ്താലും, കപ്പകൃഷി ചെയ്താൽ പോലും ഗുണം പിടിക്കില്ല. കാരണം അത് നമുക്ക് നഷ്ടമാക്കി മാറും. ഈ ചേട്ടനെ കർത്താവ് രക്ഷിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുക വലിക്കണം തോന്നും. അത് ഒരു കാര്യം നിർത്തിയാൽ നമുക്ക് വീണ്ടും പ്രലോഭനം ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിജീവിക്കണം, അല്ലേ? വിവേകത്തിൻ്റെ ചിന്തകൾ കൊണ്ട് പാപചിന്തകളെ അതിജീവിക്കണം. അങ്ങനെ വല്ല തോന്നലും വരുന്നുണ്ടോ? മൈക്ക് കൂടെ പറ. ഇടയ്ക്കിടയ്ക്ക് പുക വലിക്കണം എന്നൊക്കെ തോന്നില്ലേ? ഇടയ്ക്ക് തോന്നാറുണ്ട്. അത് മനുഷ്യൻ നമുക്ക് തോന്നും. വലിക്കുള്ളൂ എന്നുള്ളത്. ഒരെണ്ണല്ലേ ഞാൻ വലിച്ചു വയ്ക്കാനും തോന്നാറുണ്ട്. അതായത് 40 എണ്ണം വേണ്ട, അല്ല 80 എണ്ണം വേണ്ട, ഒരെണ്ണം വലിച്ചോണ്ട് കുഴപ്പമില്ലല്ലോ. പക്ഷെ പിന്നെ ദിവസത്തിൽ ഒരെണ്ണം. അങ്ങനെയൊക്കെ നല്ല നല്ല ഉപദേശം നമ്മുടെ മനസ്സിൽ നമുക്ക് തരും. പിശാചാണത്. അതുകൊണ്ട് അപ്പം നല്ല ചിന്തകൾ കൊണ്ട് അതിനെ കീഴ്പ്പെടുത്തണം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കൈ ഉയർത്തി നന്നായിട്ട് കൈയടിച്ച്, നന്നായിട്ട് കൈയടിച്ച് പാടാം. ഹല്ലേലൂയ ആമേൻ, 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ബാലിക ബാലന്മാരെ, വിദ്യാർത്ഥിനികളെ, യങ് അഡൾട്ട്സ്, യൂത്ത് ആൻഡ് ചിൽഡ്രൻ, ഈ സമയം ദൈവകൃപയുടെ സമയം. കർത്താവിൻ്റെ ശക്തി വെളിപ്പെടണം. എനിക്ക് കർത്താവിനെ കാണണം, എനിക്ക് കർത്താവിന് അനുഭവം വേണം. ആഗ്രഹിച്ച് സ്തുതിച്ചാൽ ദൈവശക്തി ആവസിക്കും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. കൈകളടിച്ച് ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ.
ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. യേശുവേ, എല്ലാ മക്കളുടെ മേൽ ഉണർവിന്റെ അഭിഷേകം നൽകണമേ. എല്ലാ ദൈവമക്കളും നന്നായി കൈയടിച്ച് തുള്ളിച്ചാടി ഉണർവോടെ അനങ്ങി പാടി പ്രാർത്ഥിക്കുന്നു. നീടലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുത ശക്തി. പത്രോസിന്റെ നീടലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലുങ്ങും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലുങ്ങും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. കൈകൾ ഉയർത്തി കൈയടിച്ച് ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. അത്ഭുത ശക്തി, ദൈവശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. തളർന്നവർ ശക്തി പ്രാപിക്കട്ടെ. രോഗികൾ രോഗക്കിടക്ക വിട്ട് ഇപ്പോൾ എഴുന്നേൽക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. അത്ഭുത ശക്തി. വലയം ചെയ്യണമേ, വാരിപ്പുണരണമേ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ, മാറോട് ചേർക്കണമേ, പുതിയ സ്നേഹം നിറയ്ക്കണമേ, കാരുണ്യം ചൊരിയണമേ, അഭിഷേകം ചൊരിയണമേ, പാപക്ഷമ നൽകണമേ, ചങ്ങലകൾ പൊട്ടിക്കണമേ, കോട്ടകൾ തകർക്കണമേ, എല്ലാ ആധിപത്യങ്ങളെയും തകർക്കണമേ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാലിക ബാലന്മാരുടെ മേൽ പുതിയ അഭിഷേകം നിറയട്ടെ. കുഞ്ഞുങ്ങളെ ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. ഓരോ കുഞ്ഞിന്റെ മേലും കൃപ നിറയട്ടെ. സ്വർഗത്തിന്റെ സന്തോഷം നിറയട്ടെ. സ്വർഗത്തിന്റെ സമാധാനം നിറയട്ടെ. സ്വർഗത്തിന്റെ ആനന്ദം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഏറ്റു പറയാം. ആയിരുന്നവനും ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ദൈവ സാന്നിധ്യത്തെ ധ്യാനിച്ച് ശിരസ് നമിച്ച് കുമ്പിട്ട് അല്പസമയം ഈശോയെ ആരാധിക്കുന്നു. നിവർന്നു നിൽക്കാം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സ്ഥലത്തേക്ക് ഇരിക്കുക. പ്ലീസ് ബി സീറ്റഡ്. ധാരാളം കുട്ടികൾ ഇംഗ്ലീഷ് അറിയുന്നവർ, മലയാളം ഒട്ടും അറിയാത്തവരുണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യൽ ബ്ലെസ്സിങ് ഫ്രം ഹെവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിലാപത്തിൻ്റെ പുസ്തകത്തിലെ 3-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുലിഖിതങ്ങളെ ആസ്പദീകരിച്ചാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഒരിക്കലും ഒരിക്കലും. ആ ചേട്ടൻ പറഞ്ഞു 80 സിസർ വലിച്ചു. ആ ചേട്ടൻ പറഞ്ഞു പ്രാർത്ഥനയ്ക്കൊന്നും വലിയ താല്പര്യമില്ല, ഭാര്യ മക്കളും വചനം കേൾക്കുമ്പോൾ അതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ആ ചേട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ബിസിനസ്, പോവലി, ശരീരത്തിൻ്റെ രീതികൾ, ഇതൊക്കെ. പക്ഷേ കർത്താവിന് ആ ചേട്ടനോടുള്ള സ്നേഹം അവസാനിക്കുന്നില്ല. ആദ്യം ഒരു 5 വീഡിയായിരിക്കും തുടങ്ങിയത്, പിന്നെ 10 തുടങ്ങി, 20 തുടങ്ങി, 40 60 അപ്പോഴും കർത്താവിൻ്റെ സ്നേഹം അവസാനിക്കുന്നില്ല. എത്രമാത്രം പാപം ചെയ്താലും പിന്നെയും കർത്താവ് സ്നേഹിക്കുക. ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത
ഉന്നതമാണ്. നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും നമ്മൾ വിശ്വസ്തത പുലർത്താതെ നമുക്ക് തക്കവും തായവും പോലെ സാഹചര്യം അനുസരിച്ച് പാപത്തിലും എല്ലാ നിഷേധത്തിലും ഒരുപാട് ലോക രീതിയിൽ കർത്താവിനോട് വിരോധമായിട്ടൊക്കെ ജീവിക്കുമ്പോഴും അവിടുന്ന് നമ്മളോട് വിശ്വസ്തനാണ്. നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും അവിടുന്ന് വിശ്വസ്തനാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. ഇങ്ങനെ പറയണമെങ്കിൽ ഒരുപാട് കാലം ഒരുപക്ഷെ പിടിക്കും. ചിലരുടെ പ്രായത്തിൽ, ഫ്രാൻസിസ് ചേട്ടൻ്റെ പ്രായം എത്രയായി? ഇപ്പോൾ ഫ്രാൻസിസ് ചേട്ടൻ ഹൃദയം കൊണ്ട് പറയുകയാണ്, എൻ്റെ കർത്താവിനെ ഞാൻ അറിയുന്നു, എൻ്റെ കർത്താവിനെ ഉപേക്ഷിക്കുന്നില്ല, ഞാൻ കർത്താവിൽ പ്രത്യാശ വെക്കുന്നു. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പ് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും മനസ്സിലാകാത്തൊരു കാലഘട്ടം ഉണ്ടായിരിക്കും മക്കളെ. എങ്കിലും ദൈവവചനത്തിൽ വിശ്വസിക്കുക, തിരുസഭ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക. മനസ്സിലാകുന്നില്ലെങ്കിലും ദൈവമാർഗത്തിൽ നടക്കാൻ വേണ്ടി എളിമപ്പെടുക. ഇത് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതങ്ങളിൽ വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ്റെ ജീവിതത്തിലെ ഒരു രംഗം ബൈബിളിൽ കാണുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം 31 മുതൽ 35 വരെ തിരുലിഖിതങ്ങൾ. യേശു ശിഷ്യന്മാരിയ്ക്കുകയാണ്. പീഡാസഹനത്തെക്കുറിച്ച് കുരിശുമരണത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. ആ പുതിയ ഉടമ്പടിയുടെ രംഗങ്ങളെല്ലാം അരങ്ങേറി. അതിനുശേഷം യേശു അവരോട് പറഞ്ഞു, ഈ രാത്രി നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും. പെസഹ ആചരിച്ചു, പെസഹ അപ്പെല്ലാം കൊടുത്തു. എന്നിട്ട് യേശു പറയുകയാണ്, ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകും. അപ്പോൾ ഉടനെ തന്നെ പത്രോസ് അപ്പസ്തോലൻ മറുപടി പറയാണ്. 33-ാമത്തെ തിരുലിഖിതം. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ച് പറയും. പത്രോസ് പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. അതാ ഹൃദയത്തിൻ്റെ സ്നേഹമാണ്, ആ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയാണ്. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ ഉപേക്ഷിക്കും. നിന്നെ ഉപേക്ഷിച്ചിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട, നിന്നെ മറന്നിട്ടൊരു സന്തോഷം എനിക്ക് വേണ്ട. അതായിരുന്നു ആത്മാർത്ഥമായി പത്രോസ് അപ്പസ്തോലൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥിതി. ഇത് കപടി പറഞ്ഞതല്ല, ആത്മാർത്ഥതയിൽ പറഞ്ഞു തന്നെയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു. യഹൂദന്മാരും പുരോഹിത പ്രമുഖരും പട്ടാളക്കാരെല്ലാം വന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്തു. യേശുവിനെ അവർ വലിയ വിധത്തിൽ അവഹേളിക്കുകയും ദുഃഖിപ്പിക്കുകയൊക്കെ ചെയ്തു. എല്ലാ ശിഷ്യന്മാരും ഓടി ഒളിച്ചു. ആ കൂട്ടത്തിൽ പത്രോസ് അപ്പസ്തോലനും പ്രാണനും കൊണ്ട് ഓടി ദൂരെ പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസും യേശുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്നാൽ യേശുവിനെ അങ്ങനെ വിട്ടുകളയാനും തോന്നുന്നില്ല. സ്വന്തം പ്രാണരക്ഷാർത്ഥം ഓടി ദൂരെ ദൂരെ യേശുവിനെ അനുഗമിക്കുകയാണ് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ. അതിനുശേഷം പീലാത്തോസിൻ്റെ വീട്ടിൽ യേശു വിചാരണ നേരിടുന്ന സമയം, അങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസും എങ്ങനെയൊക്കെ ഉള്ളിൽ കയറി ആ തീയുടെ അടുത്തിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം അതിൽ 36-37 തിരുലിഖിതങ്ങൾ. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോടുകൂടെ ഉണ്ടായിരുന്നു, ഇവനും അവനോടുകൂടെ ഉണ്ടായിരുന്നു. ആ സമയം അറിയാതെ തന്നെ പെട്ടെന്ന് മനഃപൂർവ്വമൊന്നുമല്ല, പെട്ടെന്ന് പത്രോസ് പറയുകയാണ്. എന്നാൽ പത്രോസ് അത് നിഷേധിച്ചു. സ്ത്രീയെ, ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞു. ഒരൊറ്റ വീഴ്ചയാണ്. പെട്ടെന്ന്, മനഃപൂർവ്വമൊന്നുമല്ല, പെട്ടെന്ന്. സ്ത്രീയെ, എന്താ ഈ പറയുന്നത്? ഞാൻ അവനെ അറിയില്ല. അങ്ങനെ 1 2 3 തവണയാണ് ആ രാത്രി പത്രോസ് അപ്പോസ്തലൻ ആവർത്തിച്ച് യേശുവിനെ എനിക്ക് അറിയാൻ പാടില്ല, എനിക്ക് യേശുവോട് ഒരു ബന്ധമില്ല, ഇങ്ങനെ നിഷേധിക്കേണ്ടി വന്നത്. ഒരു ജീവിത സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു പത്രോസിനെ തിരിഞ്ഞു നോക്കി 3-ാം തവണ.
പത്രോസ് പുറത്തു പോയി ഹൃദയം നൊന്ത് കരഞ്ഞു എന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 62-ാമത്തെ തിരുലിഖിതം, അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ്റെ പോലെ ഒരു അനുഭവമായിരിക്കാം. ഒരുപാട് തവണ തള്ളി പറഞ്ഞു, ഒരുപാട് തവണ ഉപേക്ഷിച്ചു. കർത്താവിനോട് കാണിച്ച അവിശ്വസ്തത ഓർത്ത് ഹൃദയം നൊന്ത് കരയുന്ന, ഹൃദയം നൊന്ത ഓരോ ആത്മാക്കളും ഇപ്പോൾ മനസ്സിലാക്കണം. കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ വീഴ്ചയുടെ കണക്ക് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നില്ല. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നാൾ ദിവ്യനാഥനായ ഈശോ വന്നപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന ഈശോയുടെ മുമ്പിൽ ദുഃഖപൂർണ്ണയായിരിക്കുകയാണ്. അത് നമ്മൾ വായിക്കുന്നത് 1488-ാമത്തെ ഗണ്ണികയാണ്. ദുഃഖപൂർണ്ണയായിരിക്കുന്ന വിശുദ്ധ ഫൗസ്റ്റീനയുടെ അടുത്ത് വന്ന് ഈശോ പറയുന്ന ഒരു ഭാഗമാണ് നാം വായിക്കുന്നത്. പുണ്യപരിപൂർണതയ്ക്കായി അത്യധികം അഭിലഷിക്കുന്ന ആത്മാവേ, നിന്റെ പ്രയത്നങ്ങളിൽ ഞാൻ സംപ്രീതനാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നിന്നെ മിക്കവാറും ദുഃഖിതയും നിരുന്മേഷയുമായി ഞാൻ കാണുന്നത്? എന്നോട് പറയുക, ഈ ദുഃഖഭാവത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതിന് കാരണം എന്താണ്? ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ഇതാണ്. ആത്മാർത്ഥമായ എൻ്റെ പ്രതിജ്ഞകൾക്ക് വിപരീതമായി ഞാൻ അതേ തെറ്റുകളിൽ തന്നെ വീണ്ടും വീണ്ടും വീഴുന്നു. പ്രഭാതത്തിൽ ഞാൻ പ്രതിജ്ഞകൾ എടുക്കും, എന്നാൽ സന്ധ്യാസമയത്ത് നോക്കുമ്പോൾ അവയിൽ നിന്ന് ഞാൻ എത്രയോ അകലെയാണെന്ന് കണ്ടെത്തുന്നു. യേശു പറഞ്ഞു, നിന്നിൽ തന്നെ എന്താണെന്ന് നീ മനസ്സിലാക്കുക. നിന്റെ വീഴ്ചകളുടെ കാരണം നീ നിന്നിൽ തന്നെ വളരെ ആശ്രയം വെക്കുന്നതും എന്നിൽ അല്പം മാത്രം ആശ്രയിക്കുന്നതുമാണ്. നമ്മുടെ ഈഗോ, നമ്മളങ്ങോട്ട് പറയുന്നത്, ഞാൻ നോക്കും, ഞാൻ ഇനി പാപം ചെയ്യില്ല, ഞാൻ കർത്താവിനെ ഇനി വേദനിപ്പിക്കില്ല. അങ്ങനെ നമ്മളിൽ തന്നെ ആശ്രയം വെച്ച് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് പുണ്യപൂർണ്ണതയിൽ നീങ്ങാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ്. നിൻ്റെ വീഴ്ചയുടെ കാരണം നീ നിന്നിൽ തന്നെ വളരെ ആശ്രയിക്കുന്നതും എന്നിൽ അല്പമാത്രം ആശ്രയം കണ്ടെത്തുന്നതുമാണ്. എന്നാൽ അത് നിന്നെ വളരെയധികം ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. നിൻ്റെ ദുരവസ്ഥയ്ക്ക് അല്പം പോലും ക്ഷീണിപ്പിക്കുവാൻ സാധിക്കാത്ത കരുണയുടെ ദൈവമാണ് ഞാൻ. നിൻ്റെ ദുരവസ്ഥ, നിൻ്റെ ദയനീയത, നിൻ്റെ വീഴ്ച ഇതുകൊണ്ട് ക്ഷീണിപ്പിക്കാൻ പറ്റാത്ത കരുണയുടെ ദൈവവുമായിട്ടാണ് നീ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് നീ ഓർമ്മിക്കുക. എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് ഞാൻ സൂക്ഷിക്കുന്നില്ല. അവിടുത്തെ കരുണ അവസാനിക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. എത്ര തവണ നിന്നോട് ഞാൻ ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് ഞാൻ സൂക്ഷിക്കുന്നില്ല. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഒരുപാട് അവിശ്വസത കാണിച്ചു. അതിനുശേഷം കടലിൽ മീൻ പിടിക്കാൻ പോയി. ശിഷ്യന്മാരെല്ലാം ഭിന്നിപ്പിച്ചു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. തിബേരിയാസ് കടൽ തീരത്ത് ഉത്ഥാനം ചെയ്ത് ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഈ നന്ദികേടുകൾക്കെല്ലാം ശേഷം വീണ്ടും ഈശോ അവരെ ആദ്യം കാണുന്ന സമയം ഈശോ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി എല്ലാവർക്കും ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തു. അവിടെ ഇരിക്കുമ്പം പത്രോസ് അപ്പോസ്തലൻ്റെ ഹൃദയം വിങ്ങുകയാണ്. കാരണം ഒരുപാട് നന്ദികേട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈശോ അതൊന്നും കണക്ക് വെച്ചിട്ടില്ല. ഈശോ സഭയുടെ അജപാലന അധികാരത്തിന് താക്കോലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, യോനായുടെ പുത്രനായ ശെവയോനെ, നീ എൻ്റെ അജഗണത്തെ മേയിക്കുക എന്ന് പറഞ്ഞ് ആദ്യത്തെ മാർപ്പാപ്പയായി തിരുസഭയുടെ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ താക്കോലെടുത്ത് പത്രോസ് അപ്പോസ്തലന് കൊടുക്കുന്ന രംഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം. ഇത്രമാത്രം നന്ദികേടും വീഴ്ചകളും നിഷേധിക്കലും ഉപേക്ഷിക്കലും അവിശ്വസ്തതയും നിറഞ്ഞെങ്കിലും യേശു പത്രോസ് അപ്പോസ്തലനെ അതൊന്നും ഒരു കാര്യമായി കണക്കാക്കാതെ, എല്ലാം ക്ഷമിച്ചതിന് കണക്ക് വെക്കാതെ കരുണയുടെ അനുഭവം കൊടുക്കുകയാണ്. പത്രോസിന് ആദ്യത്തെ മാർപ്പാപ്പയായി ഉയർത്തി. എല്ലാം ക്ഷമിച്ചതിൻ്റെ അനുഭവങ്ങൾ പത്രോസിന് കൊടുത്തു. സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് എഴുന്നേൽക്കാം. മക്കളെ, മനസ്സ് തളർന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാന എഴുന്നേൽച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം ഹൃദയം നുറുങ്ങി, യേശുവേ അങ്ങയുടെ കരുണയുടെ അനുഭവത്തിന് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ.
അനേകം ആത്മാക്കളെ ദൈവം ഈ സമയം തൻ്റെ കാരുണ്യത്തിൽ വാരിപ്പുണരുന്ന അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. എത്ര ഉച്ചത്തിൽ യേശുവിനെ വിളിക്കാമോ അത്രയും ഉച്ചത്തിൽ ദൈവമക്കളെ ഇപ്പോൾ യേശുവിൻ്റെ നാമം വിളിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കരുണ ചൊരിയപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ പാപക്ഷമ ചൊരിയപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടാരൂപികൾ ഓടി മറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഞാനിതാ വിളിക്കുന്നു, എൻ്റെ രക്ഷക വേഗം വരണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്നു, യേശുവേ, 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 യേശുവേ വരേണമേ, ഞാനിതാ വിളിക്കുന്നു. സ്പർശിക്കണമേ കർത്താവേ, ഇടപെടണമേ, തൊടണമേ, രോഗികളെ സ്പർശിക്കണമേ, തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്, സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല.